വെൽക്കം ബാക്ക് ടു എഡ്യൂവാലെ 2.0. നാളെ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് എക്സാം ആണ്. ഒരുവിധമൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എസ്എ ക്വസ്റ്റ്യനും മാക്സിമം ചാപ്റ്റർ വൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നൈറ്റാണ് മിസ്സസ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് നിങ്ങളൊന്ന് ഓടിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. 11 ചാപ്റ്റേഴ്സും ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോ ആണിത്. വേണമെങ്കിൽ ഫൈനൽ റിവിഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. 1ാമത്തെ പാഠം മുതലേ 11ാമത്തെ ചാപ്റ്റേഴ്സ് വരെ 11 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 11 ചാപ്റ്ററിലും ഫസ്റ്റ് ചാപ്റ്റർ മുതൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല ഷോർട്ടായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അവിടെ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഒറ്റ ലൈനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് എ മെയിൻ ആർട്ട് ഓഫ് കൺസേൺ വിത്ത് സെലക്ഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ 2-3 സെന്റൻസ് എഴുതാട്ടോ. അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ്, പെർവേസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ്, ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, മൾട്ടി ഡയമെൻഷനൽ. ഒരു 5 ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ടായിട്ട് നമുക്ക് പറയാം. എങ്ങനെയാണ് ആർട്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജും അതുപോലെ സ്കില്ലൊക്കെ വേണം. അതേപോലെ തന്നെയാണ് നമ്മളെ മാനേജ്മെന്റും അല്ലെ. സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജും പേഴ്സണൽ ആപ്ലിക്കേഷനും പെർഫെക്ഷനും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെന്റ് നടക്കുള്ളൂ അല്ലെ. അതേപോലെ ആസ് എ സയൻസ് നോക്കുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, പ്രാക്ടിക്കൽ, സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾസും എക്സ്പെരിമെന്റേഷനും ഉണ്ട്, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ആർക്കും ഉണ്ട്, നമ്മളെ മാനേജേഴ്സിനുണ്ട്. മാനേജ്മെന്റും എന്തുതന്നെയാണ്, ഫീച്ചേഴ്സ് ആണ്. ഇതിന്റെ സയൻസിന്റെ ഈ 3 ഫീച്ചേഴ്സും സയൻസിന്റെ ആർക്കുണ്ട്, മാനേജേഴ്സിനുണ്ട് അല്ലെ. സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ആണ്. ആസ് എ പ്രൊഫഷൻ ആകുമ്പോൾ എന്താണ്, സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജും ട്രെയിനിങ്ങും സ്കില്ലും ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രൊഫഷന്റെ എല്ലാ ഫീച്ചേഴ്സും മാനേജ്മെന്റിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ബോഡി ഓഫ് നോളജും ട്രെയിനിങ്ങും അതുപോലെ തന്നെ അസോസിയേഷനും കോഡ് ഓഫ് കണ്ടക്റ്റും ഒക്കെ നമ്മളെ മാനേജ്മെന്റിനും ഉണ്ട്. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ വരുന്നത് എന്താണ്, സിഇഒ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രസിഡന്റ്, അതൊക്കെയാണ് വരിക. അവരുടെ മെയിൻ ജോലി എന്താണ്, ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫ്രെയിം ചെയ്യുന്നു, കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്, റിലേഷൻഷിപ്പ് വിത്തിൻ ഔട്ട്സൈഡ് വേൾഡ് അല്ലെ. ഔട്ട്സൈഡേഴ്സ് ആയ ഗവൺമെന്റ്, വർക്കേഴ്സ്, ഓർഗനൈസേഷനിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നു റിലേഷൻ. ദെൻ ഫൈനാൻസ് എല്ലാം അസംബ്ലി ചെയ്യുന്നു. അതിലൊരു 3 എണ്ണെങ്കിലും എങ്ങനെയും പഠിക്കണം. മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് എല്ലാം മാനേജേഴ്സ് ആണ്. പ്രൊഡക്ഷൻ മാനേജേഴ്സ്, പർച്ചേസ് മാനേജേഴ്സ് ആൻഡ് ഇവര് ഒരു ലിങ്ക് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്, ടോപ്പ് ലെവലും ലോവർ ലെവലും. ലോവർ ലെവൽ നമ്മൾ സൂപ്പർവൈസറി ഓപ്പറേഷൻ ലെവൽ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള ലിങ്ക് ആണ്. ഇവിടെ എന്താ അവർ ചെയ്യുന്നത്, മിഡിൽ ലെവലുകാര് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആരുടെ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് പറഞ്ഞ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു, സെലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നു. ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. ദെൻ മോട്ടിവേറ്റ് എംപ്ലോയീസ്. ലോവർ ലെവൽ എന്ന് വെച്ചാൽ ആരാണ്, സൂപ്പർവൈസേഴ്സ്, ഇൻസ്പെക്ടർ, സുപ്പീരിയന്റന്റ്, ഓഫീസേഴ്സ് ആണ് ഇവിടെ വരിക കേട്ടോ. അക്കൗണ്ട് ഓഫീസേഴ്സ് എല്ലാം ഇവിടെ വരും. ഇവരുടെ ജോലി എന്താണ്, പ്ലാനിങ്, ഡേ ടു ഡേ വർക്ക്, അസൈനിങ് ഡ്യൂട്ടി ടു വർക്കേഴ്സ്, സൂപ്പർവൈസിങ്, അറേഞ്ച്മെന്റ് മെറ്റീരിയൽസ്, ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്, സെൻഡിങ് റിപ്പോർട്ട്സ് ടു ഹയർ അതോറിറ്റി ആൻഡ് എൻഷുറിംഗ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. ഇതൊക്കെയാണ് വരുന്നത്. പിന്നീട് നമുക്ക് ഈ ഒന്നാം പാഠത്തിൽ കോർഡിനേഷൻ എന്താണെന്ന് പഠിക്കണം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷന്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോർഡിനേഷൻ നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. എസൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് എഫേർട്ട് ആണ്. ഇത്രയാണ് നമുക്ക് ചാപ്റ്റർ 1 പഠിക്കാനുള്ളത്. ദെൻ നമ്മൾ ചാപ്റ്റർ 2 കടക്കാണ്. ചാപ്റ്റർ 2 എന്താ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെ. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ പഠിക്കാം. ഏതൊക്കെയാണത്, ഡിവിഷൻ ഓഫ് വർക്ക് എന്താണ്, ഡിവൈഡ് ഇൻ ടു സ്മോൾ ടാസ്ക്. ദെൻ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്താ, അതോറിറ്റി എന്ന് വെച്ചാൽ പവർ ടു ടേക്ക് ഡിസിഷൻസ് ടേക്ക് ചെയ്യുക. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ആ പറഞ്ഞ അതോറിറ്റി ഒബീഡിയന്റ് ആയി അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഡിസിപ്ലിൻ എന്താണ്, ഒബീഡിയൻസ്, റെസ്പെക്ട് ഓഫ് അതോറിറ്റി. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്, 1 and only 1 boss for every individuals അല്ലെ. ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ കമന്റ് സ്വീകരിക്കുക ഫോർ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ട്. അതെന്താണ്, 1 head and 1 plan ആയിരിക്കണം. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഓർഗനൈസേഷനിലെ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻഡിവിജ്വൽസിനാണ്, പിന്നീട് നമ്മൾ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ജനറൽ ഇൻട്രസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്താണ്, സഫീഷ്യന്റ് റിട്ടേൺ, മോട്ടിവേറ്റ് എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സഫീഷ്യന്റ് റിട്ടേൺസ് കൊടുക്കുന്നതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്.
ഡീസെൻട്രലൈസ്. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ടോപ്പ് ലെവൽ, ഇത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഡെലിഗേറ്റിംഗ് ഓഫ് അതോറിറ്റി ഓർഗനൈസേഷൻ, ആ അതോറിറ്റി കംപ്ലീറ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡീസെൻട്രലൈസേഷൻ. ദെൻ സ്കോളാച്ചീൻ എന്താണ്? ഇറ്റ് ഈസ് എ ഫോമൽ ലൈൻ ഓഫ് അതോറിറ്റി. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാം മൂവ് ചെയ്യേണ്ടത്. ആ ഒരു ഡയഗ്രാം വരച്ചു വെക്കുക. ഏതെങ്കിലും എമർജൻസീസ് കേസസ് എല്ലാം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്പാർട്ട്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റൂട്ട് ഷോർട്ട് ചെയ്യുന്നു, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുക. അതിന് നമ്മൾ ഗ്യാങ് പ്ലാങ്ക് എന്ന് വിളിക്കുന്നു. ദെൻ ഓർഡർ എന്താണ്? മസ്റ്റ് എ ഫിക്സഡ് പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് മസ്റ്റ് കെപ്റ്റ് ഇൻ ദാറ്റ് പ്ലേസ്. അതായത് എല്ലാത്തിനും ഒരു ഫിക്സഡ് പ്ലേസ് വേണം, അതായത് തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കും വേണം, അതാണ് ഓർഡർ. ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ among the workers. Then stability എന്താണ്? എംപ്ലോയീസ് ടേൺ ഓവർ മിനിമൈസ് ചെയ്യണം, അതായത് മുടങ്ങുന്നത് അബ്സെന്റീസ് എല്ലാം കുറയ്ക്കണം. ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ എംപ്ലോയീസിനും ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ഇൻ ഓർഡർ ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് വെച്ചാൽ യൂണിയൻ സ്ട്രെങ്ത്, എല്ലാവരും ഒന്നാണ്, ടീം സ്പിരിറ്റ് ആണ്. ഓക്കെ. ദെൻ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഉണ്ട്, അതും നമ്മൾ പഠിക്കണം. അതിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കാം. ഫങ്ഷണൽ ഫോർമേഷൻ വെച്ചാൽ 2 സെക്ഷനായി തിരിക്കുകയാണ്, പ്ലാനിങ്ങിനും എക്സിക്യൂഷനും. അതിൽ പ്ലാനിങ്ങിൽ ആരൊക്കെ വരിക? ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. പ്രൊഡക്ഷനിൽ ആരൊക്കെ വരുന്ന? ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, സ്പീഡ് ബോക്സ് ആൻഡ് ഇൻസ്പെക്ടർ. ഇത് ഇതേപോലെ വരച്ച് വെച്ചാലും നമുക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. ദെൻ രണ്ടാമത്തേതാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഇവിടെ എന്താ പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ വെച്ചാൽ സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോർ വർക്ക്. സിംപ്ലിഫിക്കേഷൻ വെച്ചാൽ എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രൊഡക്ട്സ്, നമുക്ക് ആവശ്യമില്ലാത്ത വകഭേദങ്ങളൊക്കെ മാറ്റി നിർത്താം. ദെൻ മൂന്നാമത്താണ് വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡിയിൽ എന്തൊക്കെ പെടുന്നുണ്ട്? മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി വരുന്നുണ്ട്. മെത്തേഡ് സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെക്നിക് ഹൗ ദ ബെസ്റ്റ് ഫോർ യുവർ വേ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്, എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യേണ്ട ടെക്നിക്ക്, ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് അറിയാം. മോഷൻ സ്റ്റഡി എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാം, അതാണ് മോഷൻ സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നതാണ് മോഷൻ സ്റ്റഡി നമ്മൾ പറയുന്നത്. ഫാറ്റിക് സ്റ്റഡി എന്ന് വെച്ചാൽ റെസ്റ്റ് ഓഫ് ഇന്റർവെൽസ്. ഇന്റർവെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്രത്തോളം ഫ്രീ ടൈം, ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ടൈമാണ്. ദെൻ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, അതെന്താണ്? അവിടെ 2 പീസ് വേജ് സിസ്റ്റംസ് ഉണ്ട്, ഒന്ന് പീസ് വേജ് ഉണ്ട്, ടൈം ഉണ്ട്. ഇതിൽ നമുക്ക് പീസ് വേജ് സിസ്റ്റം ആണ് ഒന്നും കൂടി റേറ്റ് നല്ലതെന്നാണ് നമ്മുടെ FW ടൈലർ പറയുന്നത്, അതാണ് അതിൻ്റെ ടെക്നിക്സ്. ദെൻ പിന്നീട് ചാപ്റ്റർ 3ലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് മാത്രം പഠിച്ചാൽ മതി. 5 തരം ഡയമെൻഷൻസ് ആണ് നമുക്കുള്ളത്: ലീഗല്, ഇക്കണോമിക്കൽ, സോഷ്യല്, പൊളിറ്റിക്കല്, ടെക്നോളജിക്കല്. അത് വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എക്കണോമിക് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, അൺഎംപ്ലോയ്മെന്റ്, നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വരിക. സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ, കസ്റ്റം, ലാംഗ്വേജ്, സൊസൈറ്റിയുടെ തീരുമാനങ്ങൾ, അതൊക്കെയാണ് ഏതിൽ വരുന്നത്? നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റിൽ നമുക്ക് വരുന്നത്. പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഗവൺമെന്റ് ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ സ്റ്റെബിലിറ്റി ഒക്കെയാണ് വരിക. ടെക്നോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇന്നോവേഷൻ, സയന്റിഫിക് ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതാണ്. ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻ, ഗവൺമെന്റ് ലോ ഒക്കെ പ്രകാരമായിരിക്കും അത് വരിക. ഇവിടെ ഇത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി 1991 എന്നും LPGയുടെ ഫുൾ ഫോമും പഠിക്കുക, കാരണം അത് അത്രയും നമ്മളോട് ചോദിക്കാറുള്ളൂ. ഓക്കെ. പിന്നീടാണ് ചാപ്റ്റർ 4 പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇറ്റ് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, വെയർ, ഹൂം ടു ബി ഡൺ. അതായത് ഈ പോലെ എഴുതി വെക്കുക. സ്റ്റെപ്സ് പഠിക്കണം. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഒന്നാമത്തെ 7 സ്റ്റെപ്പ് ഓർഡർ വൈസിൽ അറിഞ്ഞിരിക്കണം. ദ ഫസ്റ്റ് വൺ എന്താണ്? സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ സർട്ടൻ അസംഷൻസ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്, ബേസിക് ആണ്. ഇവിടെ പ്ലാനിങ് എന്തിനാ ചെയ്യുന്നത്? അതിന്റെ ബേസ് ആണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രീമിസസ്, സർട്ടൻ അസംഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ, അതാണ് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രീമിസസ്. ദെൻ ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഏതൊക്കെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ദെൻ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, നമുക്ക് ബെസ്റ്റ് ഏതാണോ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. ദെൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഇതിൽ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചിട്ട് അതിൻ്റെ മുന്നേ ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് കേട്ടോ. ദെൻ പിന്നീട് ടൈപ്സ് ഓഫ് പ്ലാൻ, സിംഗിൾ യൂസും ഉണ്ട്, സ്റ്റാൻഡിങ് പ്ലാൻസും ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? ബഡ്ജറ്റ്, പ്രോഗ്രാം, പ്രൊജക്റ്റ്. അത് നമ്മൾ ഓരോ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലാണ് അത് ഡെവലപ്പ് ചെയ്യുക. സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം, നമുക്ക് അറ്റേ മൂവ്മെന്റ് ആണ് സിംഗിൾ യൂസ്. സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് ആണ്. ദെൻ
ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയാവും കേട്ടോ. ഒറ്റ ലൈൻ എല്ലാത്തിൽ നിന്നും പഠിക്കാം. ദെൻ ചാപ്റ്റർ 5 ഓർഗനൈസിങ് എന്ന് വെച്ചാൽ എന്താ, ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസിനെ എല്ലാം ടുഗദർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതിൽ ഇമ്പോർട്ടൻസ് എല്ലാത്തിൻ്റെ സെയിം ആണ്. സ്പെഷ്യലൈസേഷൻ ആണ്, ഡ്യൂപ്ലിക്കേഷൻ വർക്ക് അവോയ്ഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞതാ. ഇവിടെ ഓർഗനൈസേഷനും സ്ട്രക്ചറാണ് പഠിക്കേണ്ടത്. ഫംഗ്ഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓരോ ഫംഗ്ഷൻസ് അനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ആർ ഗ്രൂപ്പഡ് ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത് പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടത് മാർക്കറ്റിംഗ് മാനേജർ, ദെൻ പർച്ചേസുമായി ബന്ധപ്പെട്ടത് പർച്ചേസ് മാനേജർ. ഓരോ ഫംഗ്ഷൻസ് അനുസരിച്ചിട്ട് ഓരോ ഫംഗ്ഷനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറ്റുക. ആ ഡയഗ്രാം വരയ്ക്കണം. ഡിവിഷനിൽ എന്ന് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് ലൈൻ ആണ്. ഇപ്പൊ ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനുണ്ട്, ഫൈനാൻസിംഗ് ഉണ്ട്. സിമെന്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടതും ഇവരുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ലൈൻ അനുസരിച്ചിട്ടാണ്. ദെൻ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും എന്താണെന്ന് അറിയാം. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ സുപ്പീരിയറും അതോറിറ്റി മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ആളുള്ളൂ. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ അവിടെ കുറേ ആൾക്കാരുണ്ടാവും. അതിന്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ദെൻ പിന്നീട് നമ്മൾ ചാപ്റ്റർ 6 കടക്കാണ്. ചാപ്റ്റർ 6 മെയിൻ ആയിട്ട് സ്റ്റാഫിങ്ങിന്റെ ഫങ്ഷൻസ് ആണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താ, എംപ്ലോയീസിനെ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോലിയിലേക്ക് അക്വയർ ചെയ്യുക. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ സോഴ്സിൽ 2 വരുന്നുള്ളൂ, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. എക്സ്റ്റേണൽ സോഴ്സിൽ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. റിക്രൂട്ട്മെന്റ്, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെന്റ്, പ്ലേസ്മെന്റ് ഏജൻസി, എംപ്ലോയി എക്സ്ചേഞ്ച്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്, അഡ്വർടൈസിംഗ് ഓൺ TV, വെബ് പബ്ലിഷിംഗ്. ഒരു 5 എണ്ണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ ഇന്റേണൽ സോഴ്സസിന്റെ ഗുണങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വരാറില്ല. സെലക്ഷൻ ടെസ്റ്റുകൾ ചോദിക്കാറുണ്ട്. ഇന്റലിജന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അതേപോലെ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും. ഓൺ ദ ജോബ് എന്ന് വെച്ചാൽ ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. അതിൽ അപ്രന്റീസ്ഷിപ്പ്, കോച്ചിങ് വരും, ഇന്റേൺഷിപ്പ്, ജോബ് റൊട്ടേഷൻ. ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി പഠിച്ചിട്ട് പിന്നെ ജോലി ചെയ്യുക. അതിൽ ക്ലാസ് റൂം ലെക്ചേഴ്സ്, ഫിലിം, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരിക. അവിടെ ചാപ്റ്റർ 6 നമ്മൾ സ്റ്റെപ്സ് ഇൻ സെലക്ഷനും സ്റ്റാഫിങ്ങും പറഞ്ഞിട്ടില്ല. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങും പ്രോസസ് ഓഫ് സെലക്ഷനും പഠിച്ചിരിക്കണം. ദെൻ പിന്നീടാണ് ഡയറക്റ്റിംഗിൽ എന്താണ്, ഇൻസ്ട്രക്ടിങ്, ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ഓർഗനൈസേഷൻ ഫോർ അച്ചീവിംഗ് ഗോൾസ്. എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു 1 സെന്റൻസിൽ പഠിക്കുക. ഓവർ സീയിങ് ദ സബോർഡിനേറ്റഡ് വർക്ക്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ, ഫ്രണ്ട്ലി റിലേഷൻ ആണ്, മെയിൻറ്റെയിൻ യൂണിറ്റി ഉണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും, മോറൽ ഉണ്ടാവും, ഫീഡ്ബാക്ക് ഉണ്ടാവും. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു വർക്ക് ഗ്രേറ്റർ ഇൻട്രസ്റ്റ്. മോട്ടിവേറ്റ് ചെയ്യുക പീപ്പിളിനെ, അതാണ് മോട്ടിവേഷൻ എന്ന് പറയാം. സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ, അവരെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാം. ഇതൊരു ഇന്റേണൽ ഫീലിംഗ് ആണ്, ഡയറക്റ്റ് ബിഹേവിയർ ആണ്. ഇത് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നവരുണ്ട്, നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത് കോംപ്ലക്സ് പ്രോസസ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു, ടേൺ ഓവർ കുറയ്ക്കാം, ചേഞ്ചസ് ഉണ്ടാവാം. നമുക്കറിയാവുന്നത് നമുക്ക് നമ്മുടെ രീതിയിൽ എഴുതാം. മാസ്ലോസ് നീഡ് ഹൈറാർക്കി പഠിക്കാം. ഇത് കുറച്ച് നീഡുകൾ പ്രകാരം ഹൈറാർക്കി ഓർഡറിൽ ലോങ്ങർ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് കാലത്തിന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നീഡ്സുകളാണ്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, അഫിലിയേഷൻ നീഡ്, എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഫിസിയോളജിക്കലിലെ ബേസിക് കാര്യങ്ങളാണ് പറയുക. സേഫ്റ്റിയിൽ പ്രൊട്ടക്ഷൻ ആണ്. അഫിലിയേഷനിൽ നമ്മൾ സോഷ്യലിൽ ലവ് ആൻഡ് അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് വരുന്നത്. എസ്റ്റീം നീഡിൽ സെൽഫ് റെസ്പെക്റ്റ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷനിൽ നമ്മൾ വാട്ട് വൺ കാപ്പബിൾ ഓഫ് ബിക്കമിങ് എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ നേടിയോ എന്നുള്ള ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ അല്ലേ. ഒരാൾ പോയിട്ട് ബാക്കിയുള്ളവരെ ലീഡേഴ്സ് ആയിട്ട് നയിക്കാം. ഫീച്ചേഴ്സ് നോക്കാം. ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി ആണ്. ചേഞ്ചിങ് ബിഹേവിയർ, ബാക്കിയുള്ളവരെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓർഗനൈസേഷനൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾക്ക് വേണ്ട ആൾ ഒരു ഗുഡ് ലീഡർ ആയിരിക്കും. ആ ഗുഡ് ലീഡറിനെ കുറിച്ചിട്ടുള്ള ക്വാളിറ്റീസ് നോക്കുക. നല്ല നോളജ് ഉണ്ടാകണം, ഇന്റഗ്രിറ്റി വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇനീഷ്യേറ്റീവ് വേണം, മോട്ടിവേഷൻ സ്കില്ല് വേണം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നല്ല കുറേ ഗുണങ്ങൾ ഒരാളുടെ എഴുതി വെച്ചാൽ മതി. ദെൻ ലീഡർഷിപ്പ് സ്റ്റൈലുകൾ ഉണ്ട് 3 എണ്ണം. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആൻഡ് ലേസിയസ്. ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ലീഡറും സബോർഡിനേറ്റ്സും. അവിടെ സബോർഡിനേറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അവിടെ ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ മാത്രമേ വരുള്ളൂ. ലീഡർ പറയും, അനുസരിക്കണം അവർ, അല്ലാതെ അവരെ സജഷൻസ് ഒന്നും എടുക്കില്ല. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചാൽ ലീഡർ ആരുടെയും കൺസിഡർ ചെയ്യാണ്, സബോർഡിനേറ്റിനെ കൺസിഡർ ചെയ്ത് അലോങ് വിത്ത് ലീഡറിന്റെ കൂടെ ഒപ്പം കൊണ്ടുവരികയാണ്. ലേസീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലീഡറിന് എന്തെങ്കിലും ആയിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടന്നോ, ഇതൊരു ഫുൾ ഫ്രീഡം ആണ് അവിടെ കൊടുക്കുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്
ഫാക്ട്സ് വ്യൂസ് ഫീലിങ്സ് ആൻഡ് ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ അല്ലേ, ഒന്നിൽ കൂടുതലോ രണ്ടിലധികമോ ഉള്ള ആൾക്കാർക്ക് ഇടയിൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ എലമെന്റ്സ് പഠിക്കുക. സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ്. സെൻഡർ എന്ന് വെച്ചാൽ ആരാണോ മെസ്സേജ് അയക്കുന്നത്, മെസ്സേജ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് മാറ്റർ ആണ്. എൻകോഡിംഗ് എന്ന് പറയുമ്പോൾ ആ മെസ്സേജിനെ നമ്മൾ സിമ്പിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മീഡിയ എന്ന് പറയുമ്പോൾ ഏത് ചാനൽ ത്രൂ ആണ് നമ്മളിത് പാസ് ചെയ്യുന്നത്. ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ കൺവേർട്ടിംഗ് സിമ്പിൾസ് ഇൻ ടു വേർഡ്സ്, നേരെ ഓപ്പോസിറ്റ്. റിസീവർ എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹൂ റിസീവ് ദ മെസ്സേജ്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ പേഴ്സന്റെ റിയാക്ഷൻസ് ഓർ റിപ്ലൈ. നോയ്സ് എന്ന് വെച്ചാൽ ഒബ്സ്ട്രക്ഷൻസ് അറ്റ് ദ ടൈം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് അവിടെ വരിക. ദെൻ ചാപ്റ്റർ 8ലേക്ക് കിടക്കുമ്പോൾ എന്താണ് കൺട്രോളിങ്? കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ checking up of activities of manager to ensure that actual activities are conformed to plan. നമ്മൾ പ്ലാൻ ചെയ്തതിനോടൊപ്പം എത്തിയോ നമ്മുടെ നമ്മുടെ ആക്ച്വൽ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുക. മാനേജേഴ്സിൻ്റെ ജോലിയാണ്. ഫൈനൽ ഫംഗ്ഷൻ ആണ്, ലാസ്റ്റ് ഫംഗ്ഷൻ ആണ്. ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഗോൾസ് അച്ചീവ് ചെയ്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രോസസ്സ് പഠിക്കണം. സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പയറിംഗ് പെർഫോമൻസ്, അനലൈസ് ഡീവിയേഷൻ, ദെൻ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. ഇത് ഓർഡർ വൈസിൽ തന്നെ പഠിക്കാം. ഇതിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അതായത് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് വിച്ച് ബിയോണ്ട് ദ പെർമിസിബിൾ ലിമിറ്റ് ഷുഡ് ബോട്ട് ഇൻ ടു നോട്ടീസ് ഓഫ് ആൻഡ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് കാര്യങ്ങൾ എടുക്കുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയെടുത്താൽ മതി. അല്ലാത്ത പെർമിസിബിൾ ലിമിറ്റ് കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യുമ്പോൾ വർക്ക് ലോഡൊക്കെ കുറയും. എല്ലാത്തിലും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് മാത്രം മാനേജേഴ്സ് നോക്കിയാൽ മതി. ദെൻ ടെക്നിക്സ് നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ എന്താണ് ബിസിനസ് ഫൈനാൻസ് എന്ന് പഠിക്കുക. അതായത് ലൈഫ് ബ്ലഡ് ആണ്, ക്രൂഷ്യൽ ആണ്, സർവൈവലിനും ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഫിനാൻഷ്യലി ബിസിനസ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇതിൽ ഫൈനാൻസ് ഡിസിഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. എല്ലാവരും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുക. 3 തരം ഫൈനാൻസ് ഡിസിഷൻസ് ആണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഫൈനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻസും കൂടി ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൗ ഫേംസ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ്. അതായത് ഫിക്സ്ഡ് അസറ്റിൽ എത്ര എണ്ണം, കറണ്ട് അസറ്റിൽ എത്ര എണ്ണം തീരുമാനിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദെൻ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സോഴ്സ് ഓഫ് ഫൈനാൻസ് നമ്മൾ യൂസ് ചെയ്യണം. ലോങ് ടേം സോഴ്സസ് ആണ്. ഷെയർ വേണോ, ഡിബഞ്ചർ വേണോ, ബോറോഡ് ഫണ്ട് വേണോ, ഓൺഡ് ക്യാപിറ്റൽ ആണോ? ബോറോഡ് ഫണ്ടിൽ ഡിബഞ്ചർ, ലോണൊക്കെ വരും. ഓൺഡ് ക്യാപിറ്റലിൽ റീറ്റെയിൻഡ് ഏർണിങ്സും അതുപോലെ ഇഷ്യൂ ഓഫ് ഷെയർസ് ഒക്കെ വരും. അതിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. കോസ്റ്റ്, റിസ്ക്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ക്യാഷ് ഫ്ലോ, അതൊക്കെ നമ്മൾ അറിയണം. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ചാൽ എത്രത്തോളം പ്രോഫിറ്റിന്റെ ഭാഗം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അതിനും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഏർണിങ്സ് അനുസരിച്ച്, സ്റ്റെബിലിറ്റിയുടെ ഏർണിങ്ങിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ച്, ഗ്രോത്ത് അനുസരിച്ച്, ക്യാഷ് ഫ്ലോ അനുസരിച്ച്, ടാക്സേഷൻ പോളിസി അനുസരിച്ച്, ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ് അനുസരിച്ച് എല്ലാം മാറും കേട്ടോ. ദെൻ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പഠിക്കണം. ഇറ്റ് ഈസ് ദ മിക്സ് ഓഫ് വാരിയസ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ്. അതായത് എല്ലാ ഫണ്ടുകളും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഓൺഡ് ഫണ്ടും അതുപോലെ ബോറോഡ് ഫണ്ടും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഓൺഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഷെയർസ്, ഡിബഞ്ചേഴ്സ് വരും. ഇത് എങ്ങനെ മിക്സ് ചെയ്യാം? റിസർവ് വരാം, ഡിബഞ്ചേഴ്സ് വരാം, റീറ്റെയിൻഡ് ഏർണിങ്സ് വരാം. അത് മിക്സ് ചെയ്തിട്ട് ഒരേ പോർഷനിൽ മിക്സ് ചെയ്യും വേണം. അതേപോലെ തന്നെ നമ്മളത് നല്ല രീതിയിൽ ഒപ്റ്റിമം യൂസ് ചെയ്യും വേണം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്നത്. ദെൻ പിന്നീട് എന്താണ് ട്രേഡിംഗ് ഓൺ എക്വിറ്റി എന്താണെന്ന് പറയാം. ട്രേഡിംഗ് ഓൺ എക്വിറ്റി എന്ന് വെച്ചാൽ യൂസ് ഓഫ് ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഫിക്സ്ഡ് ഇൻകം ആയുള്ള സെക്യൂരിറ്റീസിനെ നമ്മൾ, അതായത് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സിനെയാണ്. അവർക്ക് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കണം. അവരെ കൂടുതൽ യൂസ് ചെയ്തതിനെ ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് കൂടി നമ്മൾ വിളിക്കൂട്ടാ. ക്യാപിറ്റൽ ഗിയറിംഗ് ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യാനാണ് ഇവർ പറയാം. അപ്പൊ ക്യാപിറ്റൽ ഗിയറിംഗ് നല്ല രീതിയിൽ കൂടണം എന്നുണ്ട് എങ്കിൽ നമ്മളെ ഡെപ്റ്റ് ക്യാപിറ്റൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അത് പറയുന്നത്. അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുക. ക്യാഷ് ഫ്ലോ അനുസരിച്ച്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അനുസരിച്ച്, ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, റിട്ടേൺ അനുസരിച്ച്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഫ്ലെക്സിബിൾ, കൺട്രോൾ, ഏതെങ്കിലും ഒരു 6 എണ്ണം പഠിക്കുക കേട്ടോ.
ദെൻ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വാരിയസ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് വാങ്ങാനുള്ള എമൗണ്ട് ഓഫ് മണി, എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്. പല രീതിയിലും പലർക്കും പല എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റലാണ് നമുക്ക് വരിക. എന്താണ് അതിന്റെ കാരണം? എന്താ, നമുക്ക് നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് മാറും. ഇപ്പോൾ ബിസിനസ് മാനുഫാക്ചറിങ് ആണ് എങ്കിൽ നല്ല രീതിയിലുള്ള എന്ത് വേണ്ടി വരിക്കും? നമുക്ക് നല്ല രീതിയിലുള്ള ഫിക്സ്ഡ് ക്യാപിറ്റൽ വേണ്ടിയിരിക്കും. അത് മാനുഫാക്ചറിങ് അല്ല എങ്കിൽ അധികം വേണ്ട. ദെൻ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ലാർജ് സ്കെയിൽ ആണെങ്കിൽ കുറേ വേണ്ടി വരും, സ്മോൾ സ്കെയിൽ ആണെങ്കിൽ കുറച്ച് മതി. ടെക്നിക്ക്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് വെച്ചെങ്കിൽ നമുക്ക് കുറേ ക്യാപിറ്റൽ വേണം. ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ അധികം ക്യാപിറ്റൽ വേണ്ട. ദെൻ പിന്നീട് എന്താണ്? പിന്നീട് ഫാക്ടർ ഗ്രോത്ത്, ഡൈവേഴ്സിഫിക്കേഷൻ, ഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്, അതെല്ലാം അനുസരിച്ച് നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റലിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടി നോക്കാം, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് കൂടി നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ടു ഫോം ഡേ ടു ഡേ ആക്ഷൻസ് ഓർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് വാങ്ങാനുള്ളതോ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ഷൻസ് ചെയ്യാനുള്ളതോ ആയ ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറയാം. ഇത് മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റ് നല്ല പോലെ നോക്കുക. നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് മാറും. പ്രൊഡക്ഷൻ സൈക്കിൾ, ബിസിനസ് സൈക്കിൾ, സീസണൽ ഫാക്ടേഴ്സ്, ക്രെഡിറ്റ് പോളിസി, എഫിഷ്യൻസി, ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ എല്ലാം നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം. ദെൻ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ചാപ്റ്റർ 11 ആണ് ശരിക്കും. ചാപ്റ്റർ 10 നമ്മൾ സ്കിപ്പിംഗ് ആണ് കേട്ടോ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് കൺസേൺ വിത്ത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ഓൾ ദി ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് പർപ്പസ്. ഒരു ഗുഡ്സ് മാർക്കറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെടും. അതിൽ മാർക്കറ്റിംഗും സെല്ലിങ്ങും നമ്മുടെ ഡിഫറൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് പ്രോഡക്റ്റ് ഫ്രം സെല്ലർ ടു ബയർ. ഒരു ബയറിൽക്ക് സെല്ലർ ഗുഡ്സിന്റെ ടൈറ്റിൽ വെച്ചാൽ ഉടമസ്ഥാവകാശം മാറ്റുന്നു. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സോഷ്യൽ പ്രോസസ് ആണ്. അവിടെ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും എല്ലാം വരുന്നുണ്ട്. അവിടെ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് മാത്രമല്ല വരുന്നത്, അവിടെ സർവീസസിന്റെ വാല്യൂ എങ്ങനെ മാറുന്നു, കോസ്റ്റിങ്ങും പ്രൈസിങ്ങും എല്ലാ ആക്ടിവിറ്റീസും ഇടും. അതുകൊണ്ട് തന്നെ ബ്രോഡർ കൺസെപ്റ്റ് ആണ്. സെല്ലിംഗ് നേരമാണ്. ഇതിന് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് ആണ്, ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളൂ. ഇത് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വൈഡർ സ്കോപ്പ് ആണ്. ട്രാൻസ്ഫറിംഗ് ഓഫ് ടൈറ്റിൽ ആൻഡ് പൊസിഷൻ ഓഫ് ഗുഡ്സ്. ഇവിടെ എന്ത് വരുന്നുണ്ട്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സെയിൽസ് ഇൻക്രീസ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഗുണം? നമ്മുടെ സെല്ലിങ്ങിന്റെ ഗുണം. മാർക്കറ്റിംഗിൽ അതിന് വ്യത്യാസമുണ്ട്. അവർക്ക് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻ. പിന്നെ ആക്ടിവിറ്റീസ്, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ശേഷമാണ് സെല്ലിംഗ് ഉണ്ടാവുക. ഇവിടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഇൻവോൾവ് എഫേർട്സ് ലൈക്ക് പ്രൊമോഷൻ, പെർസുവേഷൻ. ഇവിടെ എല്ലാ സ്ട്രാറ്റജീസും 4 മാർക്കറ്റിംഗ് മിക്സും വരും. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. പ്രോസസ് ആണോ ഫങ്ഷൻസ് ആണോ എന്ന്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് വെച്ചാൽ നിങ്ങൾ ഇത് എഴുതാം. ഗാദറിംഗ്, അനലൈസ് ഇൻഫോർമേഷൻ, മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നു, പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ചെയ്യുന്നു, ഗ്രേഡ് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, ലാബലിംഗ് നടത്തുന്നു, കസ്റ്റമർ സർവീസ് കൊടുക്കുന്നു, ബ്രാൻഡിങ് കൊടുക്കുന്നു, പ്രൈസിങ് കൊടുക്കുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു, സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പിന്നീട് നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് വാരിയസ് എലമെന്റ്സ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 4 തരം എന്താ പറയുക, 4 തരം ടൂൾസുകളെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ. നല്ല രീതിയിൽ പഠിക്കുക. പ്രൈസിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് പഠിക്കുക. പ്രൊഡക്റ്റ് കോസ്റ്റ് അനുസരിച്ച് മാറും, യൂട്ടിലിറ്റി, ഡിമാൻഡ്, കോമ്പറ്റീഷൻ അനുസരിച്ച്, ഗവൺമെൻറ് റെഗുലേഷൻ അനുസരിച്ച്, പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റിംഗ് മെത്തേഡ്. പ്രൊമോഷൻ എന്താണെന്ന് പഠിക്കുക. അഡ്വർടൈസ്മെൻറ്റ് എന്താണ്? നോൺ പേഴ്സണൽ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് പ്രൊമോഷൻ ഐഡിയാസ് ആണ്. അതിൻ്റെ മെറിറ്റുകൾ പഠിക്കുക കേട്ടോ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സെയിൽസ് നടത്താൻ ഉദ്ദേശിക്കുന്നു, ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും, വേരിയസ് പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് അറിയാം. അതേപോലെ അതിൻ്റെ ലിമിറ്റേഷൻസും പഠിക്കാം. ഇംപേഴ്സണൽ ആണ്, വാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ അല്ല, മിസ്ലീഡിംഗ് ആണ്, ലാക്ക് ഓഫ് ഫീഡ്ബാക്ക് ആണ്. ഒബ്ജെക്ഷൻസ് വെച്ചാൽ ചില കോസ്റ്റുകളെല്ലാം നമുക്ക് ഹൈ പ്രൈസിലേക്ക് നയിക്കുന്നു. ദെൻ അഡ്വർടൈസ്മെന്റ് കൺഫ്യൂസ് ചെയ്യുന്നു, ലക്സറി പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, സോഷ്യൽ എത്തിക്കൽ വാല്യൂസിന് എതിരായിട്ടുള്ള ആഡുകളുണ്ട്. അതേപോലെ ഇൻഫീരിയർ പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ പഠിക്കാം. മൊണോപ്പൊളി ഓഫ് ബ്രാൻഡ്, ഒരു ബ്രാൻഡ് തന്നെ അവിടെ മൊണോപ്പൊളി ആവാം. ദെൻ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, കാണാത്തവർ കാണാട്ടോ, അല്ലെങ്കിൽ ഇത് പഠിക്കാം.
ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. ഇവിടെ നമ്മൾ റൈറ്റ്സ് ഓഫ് കൺസ്യൂമറും എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 1986 റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫോം, ചൂസ്, ഹേർഡ്, സീക്ക് റിട്രസൽ, എഡ്യൂക്കേഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുകൾ, കോൺട്രാക്ട് ആക്ട്, സെയിൽസ് ഗുഡ്സ് ആക്ട്, അതായത് കുറച്ച് അതർ ആക്ട് റിലേറ്റഡ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ കുറച്ചധികം ആക്ടുകൾ വേറെ ഉണ്ട്, അതും കൂടി പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ കംപ്ലീറ്റ് ബിസിനസ് സ്റ്റഡീസ് 11 പാഠങ്ങൾ അറ്റ് ഷോർട്ട് നോട്ടീസ് എബൌട്ട് ഒരു 20-25 മിനിറ്റ്സിൽ നമ്മളൊന്ന് ഓടി പാഞ്ഞു വന്നതാണ്. ഇതിൽ നിങ്ങൾ തീരെ പഠിക്കാത്ത വല്ല ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലത്തെ ലിസ്റ്റ് ഔട്ട് പോയിന്റെങ്കിലും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. നമ്മൾ ആ പാഠത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അതൊന്നും അതിൽ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് മാക്സിമം എല്ലാം ടൈം മാനേജ്മെന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന്റെ ഫസ്റ്റ് എഴുതിയാലും ഒരു പ്രശ്നമല്ല. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.